ഹൈ ഡിയേഴ്സ്, സിൽക്കി മോസ് ഫാബ്രിക് പുതിയൊരു ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ വെയർ ഐറ്റം ആണ് നമ്മൾ കാണാൻ പോവുക. അതായത് നല്ല ഫ്ലോയി ആൻഡ് സിൽക്കി ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ്. ഈ മാനുഫാക്ചേഴ്സ് ആണ് ഇങ്ങനെ വൈക്കുള്ളത്തെ പേരൊക്കെ ഇട്ടേക്കുന്നത്. ബട്ട് ഇത് കാണുമ്പോൾ കണ്ടോ, അത് നമ്മുടെ വെൽവെറ്റ് ഓർഗൻസി അല്ല, അത് കുറച്ചുകൂടി ഇങ്ങനെ ഫ്ലോയി ആണ്. ബട്ട് ഇങ്ങനെ ഇങ്ങനെ ഒതുങ്ങി കിടക്കൂല, ഇത് ഭയങ്കര ഒതുങ്ങി കിടക്കും. ഫ്ലോയി സ്റ്റൈലിൽ തന്നെ കിടക്കുന്ന നല്ലൊരു ഫാബ്രിക്കാണ്. അതിന് കുറച്ചൊരു ഷൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് ഈ ഫാബ്രിക്. ഇതിൽ ഫുള്ളും ഇതുപോലെ വർക്കാണ്, ഡയമണ്ട് ബോർഡർ, പിന്നെ ഹെവി ആയിട്ട് തന്നെ ഫുൾ വർക്ക്. ദുപ്പട്ടയിൽ വരുമ്പോഴും ഹെവി ആയിട്ട് തന്നെ വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്ലൂമിംഗ് ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ കളറാണ്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു ബ്ലൂമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പേർപ്പിൾ കളർ ഷെയ്ഡ് വരും. ഇതിന് ഭയങ്കര ഷൈനി ആൻഡ് വളരെ സ്മൂത്ത് ഇങ്ങനെ ഫ്ലോയി സ്റ്റൈലിൽ കിടക്കും കേട്ടോ. അതുണ്ട് ഫുൾ വർക്കാണ്. ഇത് നമ്മുടെ ഓൺ ഡിസൈൻ ആണ്. നല്ല ലെങ്തി ആൻഡ് വിട്ടും ഉണ്ട്. പിന്നെ ഇതിൽ ബോട്ടം ആൻഡ് ഇന്നറും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ലുക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും സെയിം ഫാബ്രിക്, ടോപ്പ് ദുപ്പട്ട ഒരേ ഫാബ്രിക്, ഹെവി വർക്ക് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. ഇത് കണ്ടോ, നല്ല വെഡ്ഡിങ് ഫംഗ്ഷൻസിനും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഗ്രാൻഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. സെയിം പാറ്റേൺ, നല്ലൊരു ഓഫ് വൈറ്റ് പോലത്തെ നല്ല ഭയങ്കര ആ ഒരു ഗ്ലൂസി ഷൈനി ഫിനിഷുള്ള നല്ല ലുക്കാണ് കേട്ടോ ഈ ഒരു കളറൊക്കെ. എല്ലാവരും ഒരു ഡ്രസ് കോഡൊക്കെ ആയിട്ട് കുറച്ചധികം പേരൊക്കെ ഇട്ട് നിൽക്കുവാണെങ്കിൽ അതിനേക്കാളും ലുക്കായിരിക്കും കാണാനായിട്ട്. ഇതുണ്ടല്ലോ ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ഫാബ്രിക്കും കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ഒത്തിരി കട്ടിയുള്ള, ഇച്ചിരി ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നമ്മുടെ ഓർഗൻസി അല്ല കേട്ടോ. ഇത് പുതിയ ഫാബ്രിക് ആണ്, എന്നാൽ അത് ഫ്ലോയി സ്റ്റൈലിൽ കിടക്കും. ഒട്ടും സ്റ്റിഫല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ. നല്ല ആ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് വെൽവെറ്റ് ഓർഗൻസ പോലെയല്ല. ചിലർക്ക് ആ ഒരു ഡൗട്ടും ഉണ്ട്, കാണുമ്പോൾ ഇനി അങ്ങനെയാണോ. അത് ഇച്ചിരി കട്ട് ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ടാണ് ഈ വെൽവെറ്റ് ഓർഗൻസ. കൈ പിടിച്ച ഈ ഓർഗൻസാർ ബ്ലെൻഡ് വരുമ്പോൾ നിൽക്കില്ല. ഇതങ്ങനെയല്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കും, ഫ്ലോയി ആയിട്ട് കിടക്കും. നമ്മളിങ്ങനെ ഇട്ടാലും ഇപ്പോൾ ടേബിളിൽ ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിലും അതേപോലെ തന്നെ കിടക്കും. ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡില്ലേ വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ 4 മീറ്റർ. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഒരു ഭയങ്കര ടൂ ടോൺ ആണ്. ഒരു സ്റ്റൈലിൽ ഇങ്ങനെ നോക്കുമ്പോൾ പിങ്ക് കാണാം, ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓറഞ്ച് പീച്ചിൻ്റെ ഒരു ബ്ലെൻഡ് പോലെ തോന്നും. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ടൂ ടോൺ കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഇതുണ്ടോ, സൈഡ് നോക്കുമ്പോൾ അറിയാം ആ ഒരു കോറലും ഇത് കുറേ കളറും ബ്ലെൻഡാണ്. ഇതിൽ കാണാതിരിക്കും ആ ടൂ ടോൺ വരുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഓരോ കളേഴ്സും. ഒരു ബ്ലൂമിങ് ഇഫക്റ്റ് ഉള്ളതാണ് ഓരോ കളേഴ്സിനും. ഞാൻ ഇട്ടേക്കുന്നത് തൊട്ട് ഈ കളേഴ്സ് അല്ലാതെ ഇതുണ്ട്. ഓരോ ആംഗിളിൽ നോക്കുമ്പോൾ പിങ്കും പീച്ചിൻ്റെയും ബ്ലെൻഡ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. നല്ല ഷെയ്ഡാണ്. ഇതാണ് ലുക്ക്. 1240 ഇതിൻ്റെ പ്രൈസ് വന്നേക്കാം. ഇതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. പൊളി കളറാണ്. വീഡിയോയിൽ കാണുന്ന ഇച്ചിരി പേസ്റ്റിലായിട്ടാണ്, നല്ല ഇച്ചിരി ഡാർക്കായിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. ഇത് കണ്ടോ, ഒരു പർപ്പിളും ആൻറ്റിക്കും കൂടെ ബ്ലെൻഡ് പോലെയാണ്. എന്നാൽ അതിനകത്ത് വേറൊരു കളറിൻ്റെ മിക്സ് കാണും. നല്ല രസം കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ആൻഡ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫാബ്രിക്കും. മോസിൽക്ക് സിൽക്കി മോസ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. നല്ല വെറൈറ്റിയാണ് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. സോ അപ്പോൾ നല്ല പ്രൈസ് റേഞ്ചുമാണ്. നല്ല ലെങ്തും വിട്ടും ഉണ്ട് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ 4 മീറ്റർ ഉണ്ട്. ആൻഡ് പുതിയൊരു വെറൈറ്റി ഫാബ്രിക്കാണ്. അപ്പം ഫാബ്രിക്ക് മനസ്സിലാക്കാനും ഉറപ്പായിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്ത് നോക്കും. അതും വെറൈറ്റിയാണ്. താങ്ക് യു.